ഇറാൻ, പാകിസ്ഥാൻ, അമേരിക്ക, ഖത്തർ, സൗദി അറേബ്യ. നയതന്ത്ര ഉദ്യോഗസ്ഥനായ ഭർത്താവിനൊപ്പം ദേശാടനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മലയാളി കുടുംബിനിയായ ജോയ്സ. ചിത്രകലാ രംഗത്ത് അവർ സ്വായത്തമാക്കിയ അനുഭവങ്ങൾ ഏറെയാണ്. അറബ്, പേർഷ്യൻ, പടിഞ്ഞാറൻ ശൈലിയുടെ കൂടി തിരിച്ചറിവുകളാണ് അവരുടെ രചനകളെ വേറിട്ടു നിർത്തുന്നത്. സഞ്ചാരം വേറിട്ട അനുഭവങ്ങൾ മാത്രമല്ല നൽകുക, അത് നമ്മുടെ ജീവിത സമീപനം അപ്പാടെ മാറ്റിമറിക്കും. കലാസങ്കല്പങ്ങൾ തിരുത്തിക്കുറിക്കും. പന്തളം പാമ്പുരേത്ത് കുടുംബാംഗമായ ജോയ്സയ്ക്കാവട്ടെ സഞ്ചാരവഴികൾ സമ്മാനിച്ചത് നിരവധി ഗുരുക്കന്മാരെയും നവീന ചിത്രകലാ ദർശനത്തെയും. റിയാദ് ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സിബി ജോർജിന്റെ പത്നിയാണ് ജോയ്സ. നയതന്ത്ര ദൗത്യത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ, ഇറാൻ, അമേരിക്ക, ദോഹ, സൗദി എന്നിവിടങ്ങളിലെ സിബിയുടെ ദൗത്യമാണ് ജോയ്സയ്ക്ക് തന്റെ കലാസബരിയയിൽ മുതൽക്കൂട്ടായത്. റിയാദിൽ സിബി ജോർജിന്റെ ഔദ്യോഗിക വസതിയിൽ ചെല്ലുന്ന ആരും ജോയ്സയുടെ പെയിന്റിംഗ് കണ്ട് വിസ്മയപ്പെടും. വിശ്രുത ചിത്രകാരൻ വാൻഗോഗിനെയാണ് ജോയ്സയ്ക്ക് ഏറ്റവും ഇഷ്ടം. വാൻഗോഗിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വായിക്കുന്നതിന് മുന്നേ ഇത് റിയൽ പിക്ചേഴ്സ്, സ്റ്റാറി നൈറ്റ്, പിന്നെ സൺഫ്ലവർ, പിന്നെ അങ്ങനെ കുറേ പടങ്ങൾ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അദ്ദേഹത്തിൻ്റെ ആ ബ്രഷ് സ്ട്രോക്സും പിന്നെ ആ ബ്രൈറ്റ് കളേഴ്സും ഇതെല്ലാം വളരെ ഒരു ഇൻസ്പയർ ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നി. എം.എഫ്. ഹുസൈൻ്റെ രചനാരീതിയോടും താൽപ്പര്യമേറെ. അമൂർത്തവും സമൂർത്തവുമായ സങ്കേതങ്ങളിലൂടെ കാലിക സമസ്യകളോടുള്ള പ്രതികരണമായി ജോയ്സയുടെ ചില രചനകൾ മാറുന്നു. കേരളത്തിന്റെ പച്ചപ്പിൽ നിന്നും ദേശാന്തരങ്ങളിലേക്കുള്ള അനുഭവ പകർച്ചകൾ ക്യാൻവാസുകളിൽ വ്യക്തം. വിവിധ രാജ്യങ്ങളിലൂടെയുള്ള സഞ്ചാര വഴിയിൽ ലഭിച്ച അറിവും പരിശീലനവുമാണ് ചിത്രങ്ങൾക്ക് പക്വത നൽകിയത്. കണ്ടുമുട്ടിയ ആ മികച്ച പ്രതിഭകളെ ജോയ്സ മറക്കുന്നില്ല. 2004 ഇസ്ലാമാബാദിൽ പരിചയപ്പെട്ട പാക് ചിത്രകാരൻ ഇസ്മയിൽ ഗുൽജി വലിയ പ്രചോദനമായി. അമേരിക്കൻ ജീവിതം നൽകിയതാവട്ടെ സമ്പന്നമായ ചിത്രകലാ മ്യൂസിയങ്ങളും ഗ്യാലറികളും അടുത്തിടപഴകാനുള്ള അവസരവും. റിയലിസ്റ്റിക്, പോസ്റ്റ് ഇംപ്രഷണലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ അവിടെ പരിചയപ്പെട്ടു. അതോടെ മുൻവിധികൾ പലതും തകർന്നു. രചനയ്ക്ക് അത് കൂടുതൽ മൂർത്തത നൽകി. വാഷിംഗ്ടൺ DC-യിലെ മോൺ കോളേജിൽ നിന്ന് ആർട്ടിൽ 3 വർഷത്തെ ഡിപ്ലോമ ജോയ്സ നേടി. പേർഷ്യൻ ചിത്രകലയുടെ ഈറ്റില്ലമായ തെഹ്റാനിലെ 3 വർഷമാണ് ജോയ്സ ഇന്നും അഭിമാനത്തോടെ ഓർക്കുന്നത്. പ്രമുഖ ഇറാനിയൻ ചിത്രകാരൻ ഡോക്ടർ നുസ്രത്തുല്ല മുസ്ലമിയാനാണ് തന്റെ പ്രിയപ്പെട്ട ഗുരുവെന്ന് ജോയ്സ പറയുന്നു. വലിയ പല പാഠങ്ങളും അദ്ദേഹത്തിൽ നിന്നും പകർന്നു കിട്ടി. അക്രിലിക്, എണ്ണച്ചായം എന്നിവയിലായി 100-ലേറെ ചിത്രങ്ങളാണ് പിറവി കൊണ്ടത്. ലാൻഡ്സ്കേപ്പിന്റെ പരിമിതിയിൽ നിന്നും രാഷ്ട്രീയ സ്വത്വ സംഘർഷങ്ങൾ വരെ ചിത്രങ്ങൾക്ക് ഇതിവൃത്തമായി. ഇറാൻ ഇസ് ഫുൾ ഓഫ് ആർട്ട്. Each and every corner of that country, there is something to offer to an artist. പിന്നെ അവിടുത്തെ ആണെങ്കിൽ 2 പെയിൻറ്റിംഗ് ആണ്, 2 മ്യൂറൽ പെയിൻറ്റിങ്സ് ഞാൻ എപ്പോഴും അത് ഓർക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് ഇസ്ഫഹാനിലെ ആ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ആ ചർച്ചിലുള്ളതും, പിന്നെ ചെസത്തുൽ പാലസ് ഇസ്ഫഹാനിൽ ഹ്യൂമ്യൂണ് അന്ന് ഷാ ഓഫ് പേർഷ്യനെ വന്ന് മീറ്റ് ചെയ്യുന്നു. അതും ഒരു 2 മ്യൂറൽസ്. ഇത് രണ്ടും വളരെ നല്ലൊരു ഇപ്പോഴും മനസ്സിൽ കൊണ്ടുവരണം. ഇറാൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒന്ന് എൻ്റെ മുസ്ലിമാൻ ദ ആർട്ടിസ്റ്റ്, ദെൻ സെക്കൻഡ് ഈ 2 പെയിൻറ്റിങ്സ് അത് ഒത്തിരി. അതുപോലെ തന്നെ പിന്നെ അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. ഞാൻ ഇന്ത്യയെ ബേസ് ചെയ്താണ് വരയ്ക്കുന്നത്. സോ ഒരു കാര്യത്തിൽ അതെനിക്കൊരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ദയാരാഹിത്യവും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമൊക്കെ രചനകളിൽ കടന്നുവന്നു. കടും വർണ്ണങ്ങളിലൂടെ ആത്മരോഷം നിറഞ്ഞ പെയിന്റിങ്ങുകൾ നിരവധി. അമേരിക്കയിലും ഇറാനിലും നടന്ന ജോയ്സ ചിത്രങ്ങളുടെ പ്രദർശനം ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോൾ സൗദി അറേബ്യയിലെ മാസം മുൻവിധികൾ പലതും തിരുത്തുകയാണ്. അറബി ആർട്ടും കാലിഗ്രാഫിയും മണലാരണ്യവും
ജോയ്സയെ വല്ലാതെ സ്വാധീനിക്കുന്നു. ആ നിലയ്ക്കുള്ള വേറിട്ട രചനകൾ ഇനി തീർച്ചയായും പ്രതീക്ഷിക്കാം. എൽഹിദ, ആയില്യ, വക്കൻ എന്നീ പേരുള്ള 3 മക്കൾക്ക് തുല്യം ചിത്രകലാ സബരിയെയും ജോയ്സയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്.